പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവൽ. എൻ്റെ ഈ പുത്തൻ വീഡിയോ വയനാട്ടിലെ ഒരു ജംഗിൾ റിസോർട്ടിലേക്കുള്ള യാത്രയാണ്. ഊട്ടി വഴി മസനഗുഡിയിലേക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വൈറലായ പോലെ സംഭവമല്ല. ഇതൊരു നല്ലൊരു വയനാടൻ ഗ്രാമത്തിലൂടെ പോയിട്ട് നല്ലൊരു ജംഗിൾ റിസോർട്ട്. ചുറ്റും ഫോറസ്റ്റാണ്, പേര് പോലെ തന്നെ ചുറ്റും ഫോറസ്റ്റാണ്. വന്യജീവികളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റിസോർട്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ നമ്മൾ ആ യാത്രയിലാണ്. നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് യാത്ര തുടങ്ങി. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആ ജംഗിൾ റിസോർട്ടിലേക്കുള്ള യാത്ര അങ്ങനെ നമ്മൾ തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ എത്തും. ചുരുങ്ങിയ ദൂരം കൂടെ ഉള്ളൂ. അത് ഇടത്ത് സൈഡിൽ ഫോറസ്റ്റ് തന്നെയാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ വലത്ത് സൈഡ് സാധാരണ സ്ഥലം, ഇടത്ത് സൈഡ് ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളവിടെ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ചുരുങ്ങിയ ദൂരമുള്ളൂ. സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുറപ്പെട്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങോട്ട് ഗേറ്റ് കടന്ന് അങ്ങോട്ട് പ്രവേശിച്ചു കേട്ടോ, ആ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് കയറി. ഈ സ്ഥലം നമ്മൾ ഈ കാണുന്ന ഇവിടെ മുതൽ സ്ഥലം തുടങ്ങി. അപ്പോൾ നമ്മൾ ആ ജംഗിൾ റിസോർട്ടിലേക്ക് എത്താനായി. നമ്മുടെ വാഹനം കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭയങ്കര ഒരു ആംബിയൻസായി. അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഫീൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഒരു രസമുണ്ട്, ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിനി പോകാം. എൻ്റെ നമ്പർ നേരത്തെ നിങ്ങൾ കണ്ട പോലെ തന്നെ വിവരങ്ങൾക്ക് ആ നമ്പറിലൊക്കെ വിളിച്ചാൽ മതി. വന്യജീവികളൊക്കെ നമുക്കിവിടെ കാണാം. മാന്, മയിൽ, അങ്ങനെയൊക്കെ തുടങ്ങി വന്യജീവികളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതൊരു എന്താ പറയുക, ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ്. പ്രകൃതിദത്തമായൊരു സ്ഥലം. കൃത്രിമമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഉണ്ടാക്കിയ സാധനങ്ങൾ കുറവാണ്. ഹട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. ഇവിടെ തന്നെ ഉള്ള വളരെയധികം ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റി, ചെടികളുടെ വെറൈറ്റി കണ്ടമാനുണ്ട്. ഫ്രൂട്ട്സ് ചെടികളുടെ വെറൈറ്റി എല്ലാതരം ഫ്രൂട്ട്സും ഉണ്ട്. നമ്മൾ സാധാ സ്ഥിരം പറയുന്ന ചക്ക, മാങ്ങ, സപ്പോട്ട, ബട്ടർ ഫ്രൂട്ട്, ചാമ്പ, പേരക്ക, അങ്ങനത്തെ വെറൈറ്റീസൊക്കെ ഇഷ്ടംപോലെ. ഓറഞ്ച്, വയനാടൻ ഓറഞ്ച് വരെ കാഴ്ച കിടക്കുന്നുണ്ട്. പല വെറൈറ്റി. അതിൽ പച്ച ആപ്പിള്, പിന്നെ പച്ച ആപ്പിള്, ചുവന്ന ആപ്പിളൊക്കെ നട്ടിട്ടുണ്ട്. ലിച്ചി ഉണ്ട്, റംബൂട്ടാനുണ്ട്, പിന്നെ മരത്തക്കാളി എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റി സാധനങ്ങൾ, ഫ്രൂട്ട്സിൻ്റെ ഒരു വെറൈറ്റി കലവറ. ഇത് മൊത്തം 3.5 ഏക്കർ ലാൻഡാണ്. 3.5 ഏക്കർ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇത് അതിലൊരു പഴയ ആദ്യം ഒരു വീടായിരുന്നു. ഇത് 2 കോട്ടേജ് സെക്ഷനായിട്ട് ഇടതുവശത്ത് 2 ഫാമിലി കോട്ടേജുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഗസ്റ്റിന് കൊടുക്കുന്ന 2 കോട്ടേജാണ്. അതിൻ്റെ മുന്നിൽ ഉള്ള ചെടികളൊക്കെ ഇങ്ങനെ പറഞ്ഞ പല വെറൈറ്റി ഔഷധ സസ്യങ്ങൾ ധാരാളം ഉണ്ട് ഇവിടെ. പല രീതിയിലുള്ള ഔഷധ സസ്യങ്ങൾ, തൊഴുകണ്ണി, കൃഷ്ണച്ചെടി എന്നൊക്കെ പറയുന്ന അങ്ങനെ മുതൽ കണ്ടമാനം ഔഷധ സസ്യങ്ങൾ കണ്ടമാനം ഈ പറമ്പിലുണ്ട്. പഴയ കാലത്തുള്ള ആ ഒരു 1970 മുതൽ തുടങ്ങിയ ഒരു സംഭവമാണ്. അന്ന് ഈ റിസോർട്ട് റണ്ണിങ് ആയിട്ടില്ല. അന്ന് മുതൽ ഇവിടെ താമസം തുടങ്ങി. അന്ന് മുതലുള്ള ഒരു വീടിൻ്റെ അതിൽ നിന്ന് വിപുലീകരിച്ച് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് എത്തിയത്. അപ്പോൾ ഇതാദ്യം ഉണ്ടായിരുന്നൊരു വീട് നിലനിർത്തിയിട്ട് മുകൾ വശത്ത് ഒരു ഡോർമെട്രിയാണ്. മുകൾ വശത്ത് ഒരു ഡോർമെട്രിയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ താഴെ 2 ഫാമിലി കോട്ടേജുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് 2 കപ്പിൾ ഹട്ടുകളാണ്. താഴെയും മുകളിലായിട്ട് 2 കപ്പിൾ ഹട്ട്. ഇത് ഡോർമെട്രി ഭാഗമൊക്കെ നമ്മൾ കണ്ടു. പാർക്കിങ്ങിനൊക്കെ നല്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എല്ലാ വാഹനങ്ങളും സൈറ്റ് വരെ എത്തും. കോട്ടേജിൻ്റെ പടിവാതിൽക്കൽ വരെ വാഹനങ്ങളൊക്കെ എത്തും. ഇത് നമ്മളെ ഓലത്തുമ്പലത്തിരുന്ന് ഊഞ്ഞാലാടുന്നൊക്കെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ സമീപ പ്രദേശത്തിരുന്ന് ഊഞ്ഞാലാടാനുള്ള അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള സംഭവം. എന്താ പറയുക, ആ ഒരു പ്രകൃതിൻ്റെ ആ ഒരു ഇതില്ലേ, സാധാരണ കൃത്രിമമായിട്ട് പിന്നെ ചങ്ങലകളിലൊക്കെ തൂക്കിയ ഊഞ്ഞാലിനൊക്കെ അപേക്ഷിച്ച് നല്ല 2 ഊഞ്ഞാലുകൾ അവിടെ ഉണ്ട്. അതൊക്കെ നല്ലൊരു ആംബിയൻസാണ്, നല്ലൊരു വൈബാണ് കൊടുക്കുന്നത്. ഇതാ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു ചുറ്റളവ് തന്നെ. ഇപ്പം നമ്മളിനിയിപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇറങ്ങിയതാണ്. അവിടെ ഹൈവേയിൽ നിന്ന് ഇതിലേക്കുള്ളൊരു ദൂരം വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ നേരത്തെ ഹൈവേ വഴിയാണല്ലോ വന്നത്. ആ ഹൈവേയിൽ നിന്ന് വളരെ തൊട്ടടുത്താണ് ഈ ഹൈവേ. നമ്മൾ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ് വന്ന കാറ് വന്ന ഹൈവേ ഇത്ര അടുത്താണ്. അപ്പം നല്ലൊരു ഏരിയ ആണ്. ആ കാണുന്ന ബേക്കിലൊക്കെ ഫോറസ്റ്റ് തന്നെയാണ് കാണുന്നത്. നല്ലൊരു വൈകുന്നേര സമയമാണ്. നല്ലൊരു ഭംഗിയുണ്ട്. ഒരു നാച്ചുറൽ ലൈറ്റ് ഒക്കെ ഇങ്ങനെ പ്രകൃതി തന്നെ കൊടുക്കുന്ന ലൈറ്റും ഡിമ്മാവും ബ്രൈറ്റാവും ഒക്കെ ചെയ്യുന്നുണ്ട്.
നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ലൈറ്റിങ്, പ്രകൃതിൻ്റെ ലൈറ്റിങ് തന്നെ ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. ഇതൊരു നല്ല രസമുണ്ട്, നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പം ഇത് മൊത്തത്തിൽ ഇതിലുള്ളത് 2 കപ്പിൾ ഹട്ട്, 2 ഫാമിലി കോട്ടേജ്, പിന്നെ നമുക്കൊരു ഡോർമെട്രി സൗകര്യമുണ്ട്. അങ്ങനെ ധാരാളം നല്ല റിസോർട്ടിന് പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട്. പിന്നെ വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം. ഇത് ഹൈവേന്ന് ഇത്ര അടുത്താണ് ഈ സംഭവം ഉള്ളത്. ഇത് 3.5 ഏക്കർ ഭൂമിയിലാണുള്ളത്. 3.5 ഏക്കറിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇത് നിലവിൽ റണ്ണിങ് ആണ്, നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോർട്ടാണ്. ഇതിനാവശ്യപ്പെടുന്നത് 3.5 ഏക്കറും ഈ സെറ്റപ്പ് കൂടി ആവശ്യപ്പെടുന്നത് 2.5 CR ആണ്, നെഗോഷ്യബിൾ ആണ്. പിന്നെ ധാരാളം ഔഷധ സസ്യങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ വെറൈറ്റി കണ്ടമാനമുണ്ട്. ഫ്ലോട്ടിംഗ് ഹട്ട് ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയ സംഭവമാണ്. ഒരു കുളത്തിൽ ഫ്ലോട്ടിംഗ് ഹട്ട് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കസേരയൊക്കെ ഇട്ടിരുന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ഹട്ട് ഉണ്ട്. അമ്പൽക്കുളങ്ങളുണ്ട്, അങ്ങനെ ധാരാളം. ഇത് ഫ്രണ്ട് ഓഫീസാണ് ഇതിൻ്റെ. അപ്പം ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ 94 95 36 57 30. എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലാണ്, പഴയ ചാനലുണ്ട്, ദേവരാജ് അമ്പലയിൽ എന്ന് പറഞ്ഞ ചാനൽ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടാതെ പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലാണ് ഉള്ളത്. ഇത് ഒരു ചുറ്റും ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ആംബിയൻസ് വേണ്ട ജംഗിൾ റിസോർട്ടാണ് ഇത്. അങ്ങനത്തെവർക്ക് പറ്റിയൊരു സംഭവമാണ്. ആ ഒരു ഫീൽ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു റിസോർട്ട്. അപ്പോൾ അതിന് പറ്റിയ ന്യായമായ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു അനുഭവത്തിന് പറ്റിയൊരു സംഭവമാണ്. വയനാടിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി ആസ്വദിക്കാനും വയനാടിൻ്റെ ആ ഒരു ഫീല് കിട്ടാനും, ഗ്രൗണ്ട് ടു എർത്ത് ഫീല് കിട്ടാനും പറ്റിയ സ്ഥലം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദേവരാജ് അമ്പലം.